ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. നിയമങ്ങളും പ്രതിഭാസങ്ങളും എന്നുള്ള പരമ്പരയിൽ ഇന്ന് ജീവന്റെ പ്രവർത്തന നിയമത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രവർത്തന നിയമം എന്ന് പറയുന്നത് ശരീരമാണ് പ്രവർത്തിക്കുന്നത്, വെളിയിലുള്ള ഏജന്റുകളല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: The law of action states that the living body acts, not external agents. ജീവന്റെ പ്രവർത്തന നിയമവും പ്രതിഭാസങ്ങളും. ഓരോ ജീവിയുടെയും ഉള്ളിൽ ജീവൽ വ്യവസ്ഥ സ്വയം പ്രവർത്തിക്കുന്നതിന്റെ ഫലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ജീവന്റെ പ്രവർത്തന നിയമം. ജീവൻ എപ്പോഴും സജീവമാണെന്നും പുറത്തു നിന്നുള്ള ഘടകങ്ങളല്ല, മറിച്ച് ജീവിയുടേതാണ് എല്ലാ സുപ്രധാനമായ പ്രവർത്തനങ്ങളും എന്നും ഈ നിയമം വ്യക്തമാക്കുന്നു. ജീവനുള്ള ഒരു ശരീരം ജീവനില്ലാത്ത ഒരു പദാർത്ഥവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ആ പദാർത്ഥം ശരീരത്തിന്മേൽ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ശരീരം ആ പദാർത്ഥത്തിന്മേൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിയമപ്രകാരം സാധാരണയായി ഒരു ഔഷധത്തിന്റെ ശക്തി എന്ന് വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ ഔഷധത്തോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ്. ഉത്തേജനമോ അടിച്ചമർത്തലോ പ്രതികരണമോ എന്തുമാകട്ടെ, എല്ലാ ശാരീരിക പ്രതിഭാസങ്ങളും ജീവിയുടെ തന്നെ പ്രവർത്തനങ്ങളാണ്. ദഹനം, വിസർജനം, വീക്കം, പനി, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടൽ, വീണ്ടെടുക്കൽ എന്നിവയെല്ലാം ശരീരത്തിന്റെ സ്വന്തം പ്രവർത്തനങ്ങളുടെ പ്രകടനമാണ്. ജീവൻ നിലനിർത്താനും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ശരീരം എപ്പോഴും അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്നു. ഇതാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം, ജീവൻ എന്ന് പറയുന്നത് സ്വയം പ്രവർത്തന സംവിധാനമാണ്. ഒരു സത്തയുടെ സ്വയം സംഘാടകത്വമാണ് ജീവൻ. അതിന്റെ സ്വയം പ്രവർത്തന ശേഷിയാണ് ജീവൻ എന്ന് നമുക്കറിയാം. അപ്പോ ആ സ്വയം പ്രവർത്തന ശേഷിയുടെ മണ്ഡലത്തിലേക്ക് എന്ത് തന്നെ വന്നു ചേർന്നാലും അതിനെ തനിക്കു പാകത്തിൽ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ജീവന്റെ സ്വഭാവമാണ്. ഇപ്പോ തന്റെ വീട്ടിനകത്തേക്ക് പുറത്തുള്ള ഒരു പട്ടി കയറി വന്നിരിക്കട്ടെ, നമ്മൾ പട്ടിയെ പുറത്താക്കും. അതേസമയം നല്ല സുന്ദരിയായ ഒരു പൂച്ച ഉണ്ടെന്നിരിക്കട്ടെ, അതിനെ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ നമുക്ക് സുഖകരമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യും. അശുഭകരമാണെന്ന് തോന്നിയാൽ നമ്മൾ ചിലപ്പോൾ പുറത്താക്കിയെന്ന് വരും. അപ്പോ ഈ രണ്ടും ജീവനുള്ള ഒരു പശ്ചാത്തലത്തിൽ, ഒരു സാഹചര്യത്തിൽ, എൻവയോൺമെന്റിൽ അവിടുത്തെ ബോധം, ആ എൻവയോൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ബോധം തീരുമാനിക്കുന്നതാണ്. അപ്പൊ ജീവന്റെ ഒരു മണ്ഡലം, ജീവന്റെ ബോധം എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് ജീവശരീരം അല്ലെങ്കിൽ ജീവക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോ അതിനകത്തേക്ക് വന്നു ചേരുന്ന എന്തിനോടും ഏത് സാഹചര്യത്തോടും അവിടെ പ്രവർത്തനം നടത്തുന്നത് ആ ശരീരത്തിലെ ജീവനാണ്. അതിനെയാണ് നമ്മൾ കാണുക, ആ ജീവൻ പ്രവർത്തിക്കുന്നതിനെ കാണുക. ഇപ്പോ നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് പട്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ആക്ഷൻ. പട്ടിയാണ് നമ്മൾ വെളിയിൽ നിന്നും പട്ടി വന്നു, പിന്നെ പട്ടിയെ പുറത്താക്കുന്നു. അവിടെ പട്ടിയോടുള്ള പ്രതികരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷെ ആ വീട്ടിനകത്ത് ജീവനുള്ള ഒരു ബോധം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പട്ടിയോടുള്ള പ്രതികരണം. പട്ടി അതിലെ കയറി ഇറങ്ങി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പട്ടി അതിനകത്ത് പോയി കിടന്നിട്ട് അതൊന്നും നമ്മൾ വെളിയിൽ അറിയില്ല. അതുപോലെ ഒരു ശരീരത്തിൽ നമ്മൾ കാണുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അതിനകത്തുള്ള ജീവന്റെ പ്രവർത്തനം മൂലമാണ്, ജീവന്റെ സ്വയം പ്രവർത്തനം മൂലമാണ് പ്രകടമാകുന്നത്. ഇതിനെയാണ് ലോ ഓഫ് ആക്ഷൻ എന്ന് പറയുക. ജീവന്റെ പ്രവർത്തനം, അതാണ് ആക്ഷൻ. അപ്പോ ജീവവ്യവസ്ഥ സ്വയം പ്രവർത്തിക്കുന്നു. ജീവൻ എപ്പോഴും സജീവമാണ്, അത് ഉണർന്നിരിക്കും. ഇങ്ങനെ എപ്പോഴും ഉണർന്നിരിക്കും എന്നുള്ളതാണ്. ഏത് സമയത്തും ഉണർന്നിരിക്കും. പിന്നെ ഇപ്പൊ വെളിയിൽ നിന്നും ഞാൻ പറഞ്ഞു പട്ടി വന്നു എന്നുള്ളത്. പട്ടി വന്നു, അല്ലെങ്കിൽ കരിയില പറന്നു വന്നു. കരിയിലയുടെ ഒരു പ്രവർത്തനം കൊണ്ട് അല്ല, കരിയിലയുടെ ശേഷി കൊണ്ടല്ല അകം ആക്റ്റീവ് ആകുന്നത്. വീട് തൂത്തുവാരി വൃത്തിയാക്കുക എന്നുള്ളത് വീട്ടിനകത്തെ വ്യക്തിയുടെ, അവിടെ ജീവിക്കുന്ന ബോധങ്ങളുടെ താല്പര്യമാണ്. ആ താല്പര്യം കൊണ്ട് കരിയില വന്നു കഴിഞ്ഞാൽ കരിയില പുറത്താക്കുക എന്നുള്ളത് അവിടെ ചെയ്യും. അപ്പൊ കരിയിലയുടെ ശക്തിയല്ല, ശേഷിയല്ല
വീട്ടിനകത്തെ ജീവന്റെ അല്ലെങ്കിൽ ആ ബോധത്തിന്റെ ശേഷിയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വെളിയിൽ നിന്നും എന്തു തന്നെ വന്നാലും, എന്തു തന്നെ അമൃതോ ഔഷധമോ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും അവിടെ പ്രവർത്തിക്കുന്നത് ശരീരമാണ്. അപ്പൊ ശരീരം എപ്പോഴും സജീവമാണ്. ഈ സജീവതയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ പുറത്തു നിന്നുള്ള ഘടകങ്ങളല്ല, ജീവിയുടേതാണ് എല്ലാ സുപ്രധാന പ്രവർത്തനങ്ങളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ജീവനുള്ള ഒരു ശരീരം ജീവനില്ലാത്തൊരു പദാർത്ഥവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പദാർത്ഥം ജീവനിന്മേൽ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ശരീരം ആ പദാർത്ഥത്തിന്മേൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവനുള്ളതാണ് ശരീരം, അല്ലെ? ജീവൻ എന്ന് വെച്ചാൽ സ്വയം നിർത്താറുടെ ശേഷി, അതുള്ളതാണ് ശരീരം. അതിന്റെ മുകളിലേക്ക് പദാർത്ഥം എന്ന് പറയുന്നത് ജീവനില്ലാത്തൊരു വസ്തു എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു പദാർത്ഥം അത് ഈ ശരീരവുമായി സമ്പർക്കത്തിൽ, കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ പദാർത്ഥം ഇതിന്റെ മുകളിൽ പ്രവർത്തിക്കുകയാണോ, ഇത് പദാർത്ഥത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുകയാണോ എന്നും ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയുക ചില വെളിയിൽ നിന്നുള്ള ഒരു പൊടി നമ്മുടെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം ശരി. അപ്പൊ പൊടിക്ക് ഇതിനെല്ലാം ശരിയാക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുക. ഒരു ഔഷധം കഴിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ആ പ്രവർത്തനത്തിന് മാറ്റം വരുന്നുള്ളൂ. ശരീരത്തിനെ നന്നാക്കാനുള്ള ശേഷി ആ ഔഷധത്തിനുണ്ടെന്നാണ് വിചാരിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് ലോ, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ആക്ഷൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിയിൽ നിന്നുള്ള ഒരു ഏജന്റിനും ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. പകരം ആ ഏജന്റിന്റെ പ്രസൻസിൽ ഈ ശരീരം അതിനോട് റെസ്പോണ്ട് ചെയ്യും. ആ കാണുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഹീലിംഗ് ആയിട്ടും അനുരൂപനമായിട്ടും ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പോ ജീവനുള്ള ഒരു ശരീരം ജീവനില്ലാത്ത ഒരു പദാർത്ഥവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പദാർത്ഥം ശരീരത്തിന്മേലല്ല പ്രവർത്തിക്കുന്നത്, പകരം ശരീരം ആ പദാർത്ഥത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഔഷധ വിശ്വാസികളുടെ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് ലോകത്തെ 99% അല്ലെങ്കിൽ 90% ആളുകളും വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമുക്ക് കാണാം. അപ്പോ ഈ ഔഷധം കൊണ്ട് ആരോഗ്യം കൊണ്ടുവരുമെന്ന് വെച്ചാൽ ഔഷധം ജീവൻ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പലരും കരുതുന്നത്. മൃതസഞ്ജീവനി ഒക്കെ ഉള്ളതുപോലെ ഔഷധം നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഒരു ശവശരീരം അവിടെ കിടക്കുന്നു, അതിനകത്തേക്ക് കുറച്ച് മൃതസഞ്ജീവനി കൊടുക്കുകയാണ്. ശവശരീരം എഴുന്നേറ്റ് വരുമോ? വരില്ല. എന്തുകൊണ്ടാ? ഇതിനെ റിസീവ് ചെയ്തിട്ട് വേണ്ടുന്ന ആക്ടിവിറ്റി ചെയ്യാനുള്ള ജീവൻ അതിനകത്തില്ല. ഇത് തന്നെയാണ് പ്രധാന ഉദാഹരണം. എന്ന് വെച്ചാൽ ഒരു ശവശരീരത്തിന്റെ മുകളിൽ ഒരു പദാർത്ഥത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പദാർത്ഥത്തിന് ശരീരത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ശരീരം സജീവമായിരിക്കണം, ജീവനുള്ളതായിരിക്കണം. ആ ജീവനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോ സാധാരണ ഒരു ഔഷധത്തിന്റെ ശക്തി എന്ന് വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ ഔഷധത്തോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ്, അല്ലാതെ ഔഷധത്തിന്റെ ശേഷിയല്ല. ഔഷധം എത്രത്തോളം വിഷകാരിയാണ് എന്നുള്ളതിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ് അവിടെ ഔഷധത്തിന്റെ ശക്തിയായി നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഔഷധത്തോടുള്ള ശരീരത്തിന്റെ പ്രതികരണം ഉത്തേജനമോ അടിച്ചമർത്തലോ പ്രതികരണമോ എന്തുമാകട്ടെ, എല്ലാ ശാരീരിക പ്രതിഭാസങ്ങളും ജീവിയുടെ തന്നെ പ്രവർത്തനങ്ങളാണ്. എന്നുവെച്ചാൽ ഒരു ഉത്തേജക വസ്തു കഴിച്ചു, ഇപ്പോ ബെൻ ജോൺസണെയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാക്കിയ മാറ്റിയ ആ സ്റ്റിമുലന്റ് ഉണ്ടല്ലോ, സ്റ്റീറോയിഡ് എന്ന് പറയുന്നത്, ആ സ്റ്റീറോയിഡ് ആയിക്കോട്ടെ അടിച്ചമർത്തുന്നത്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സപ്രഷൻ നമ്മൾ നടത്തുന്നു. തലവേദന വന്നു, അതിനെ അടിച്ചമർത്താൻ നമ്മൾ ഒരു മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ് കാണിച്ചു ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും ജീവിയുടെ പ്രവർത്തനങ്ങളാണ്. അത് ആ കൊണ്ടുവന്ന സാധനത്തിന്റെ ആ ഉത്തേജകത്തിന്റെ പ്രവർത്തനമല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഈ എക്സ്റ്റേണൽ ഏജൻസിന്റെ പ്രവർത്തനമല്ല, ഇതെല്ലാം ഉത്തേജനം വന്നു കഴിഞ്ഞാൽ ആ ഉത്തേജിപ്പിക്കുന്നത് ജീവനാണ്. ഉത്തേജിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള വിഷവസ്തു കയറുന്ന സമയത്ത് ആ വിഷത്തെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശരീരത്തിന്റെ ഫ്ലൈറ്റ് മോഡ് അല്ലെങ്കിൽ ഫൈറ്റ് മോഡ് ആക്റ്റീവ് ആകേണ്ടി വരും. അപ്പോൾ നമ്മുടെ കല മാറും. നമ്മൾ പാരാസിമ്പത്തറ്റിക് സ്റ്റേറ്റിൽ നിന്നും സിമ്പത്തറ്റിക് സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. എന്നിട്ട് ഇവിടെ സ്റ്റിമുലേഷൻ നടക്കും. ആ നടക്കുന്ന നടത്തത്തെയാണ് നമ്മൾ ഉത്തേജനമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ കഴിക്കുന്ന സാധനത്തിന്റെ ഗുണമായിട്ടാണ് മനസ്സിലാവുക. നമ്മൾ പലപ്പോഴും പറയാനായിരുന്നു, ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ
ഒരാള് മറ്റേ വൃത്തികേടുകൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അയാളുള്ള സാധനമൊക്കെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. മദ്യത്തിന്റെ കുഴപ്പമല്ല അത് അയാളുടെ കുഴപ്പമാണ്. ശുദ്ധമനസ്കന്മാര് മദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക? ഇരുന്ന് കരയും. അപ്പോ ഈ കഴിക്കുന്ന വസ്തുവല്ല, ശരീരമാണ്, ശരീരത്തിനകത്തുള്ള സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. ഈ ദഹനം, വിസർജനം, വീക്കം, പനി, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടൽ, വീണ്ടെടുക്കൽ എന്ന് തുടങ്ങി ശരീരത്തിന്റെ സ്വന്തം പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശരീരത്തിന്റെ പ്രകടനങ്ങളാണ്, പ്രതിഭാസങ്ങളാണ്. അത് ഏത് തരത്തിലുള്ള ശാരീരിക പ്രതിഭാസങ്ങളും നമ്മളെ ശരീരത്തിൽ നിന്നും വെളിപ്പെടുന്ന, ശരീരം പ്രകടിപ്പിക്കുന്ന എല്ലാം തന്നെ ശരീരത്തിന്റെ ജീവന്റെ പ്രവർത്തനമാണ്. അത് വെളിയിൽ നിന്നും കൊടുക്കുന്ന ഒരു കാര്യത്തിന്റെ പ്രവർത്തനമല്ല. അപ്പൊ നമുക്കൊരു പ്രതികരണം ഉണ്ടാവുന്നു, പ്രത്യേക രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവുന്നു, ഒരു പ്രത്യേക വ്യക്തിയെ കാണുമ്പോൾ പ്രതികരണം ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ പറയാണ്, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ വല്ലാതെ രോഷാകുലനാകുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ അയാളുടെ സാന്നിധ്യമല്ല, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ബോധമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു വസ്തു നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ആ വസ്തു അല്ല പ്രശ്നം, വസ്തുവിനുള്ള നമ്മുടെ പ്രതികരണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ജീവൻ നിലനിർത്താനും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറാനും അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ മാറ്റാനും ഒക്കെ ശരീരം എപ്പോഴും ആ സ്വഭാവമുണ്ടല്ലോ, അതായത് ജീവന്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കും. ഈ സ്വഭാവം എന്ന് പറയുന്നത് ചിലരിൽ അത് റാഷായിട്ടുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാവുക, ചിലർ വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും പ്രതികരിക്കുക. ഞാൻ നേരത്തെ മദ്യപാനിയുടെ കാര്യം പറഞ്ഞതുപോലെ. അപ്പോ ജീവൻ നിലനിർത്തണമെങ്കിൽ അത് ഒരു കുട്ടിയുടെ ശരീരത്തിലും ഒരു മുതിർന്ന ഒരാളുടെ ശരീരത്തിലും രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുക. ഒരു ക്ഷീണിതന്റെ ശരീരത്തിലും ഒരു ആക്റ്റീവായിട്ട് സജീവമായി നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിലും രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുക. അപ്പോ ജീവൻ നിലനിർത്താനും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ഒക്കെ ശരീരത്തിന് എപ്പോഴും കഴിയും. പക്ഷെ അത് ഈ ചെയ്യുന്ന ആളുടെ ശരീരത്തിന്റെ ജീവന്റെ വൈറ്റാലിറ്റിയുടെ അളവനുസരിച്ചാണ്. അപ്പോ നമ്മളിവിടെ ഒരു ജീവശരീരത്തിൽ കാണുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അത് ജീവന്റെ ഭാഗമാണ്. അത് വെളിയിലുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെയും സാന്നിധ്യം കൊണ്ടല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് ദ ലോ ഓഫ് ആക്ഷൻ പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു നിയമം കൂടിയുണ്ട്, അത് നാളെ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.